ഇതിലും എളുപ്പത്തിൽ എനിക്ക് ഇനി സാമ്പാറിന്റെ റെസിപ്പി പറഞ്ഞുതരാൻ പറ്റത്തില്ല കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി തൂവിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞു വെക്കുക. പരിപ്പൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് പച്ചക്കറി ആഡ് ചെയ്യാം കേട്ടോ. വെണ്ടയ്ക്ക് ഒഴികെ വേറെ എന്ത് പച്ചക്കറി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ തക്കാളി, സവാള, ക്യാരറ്റ്, മത്തനാണ് ചേർത്തത്. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കരിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ വെച്ച വെണ്ടയ്ക്കും കൂടി ചേർത്ത് എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതിലേക്ക് ഇനി പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സാമ്പാർ പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റിവെച്ച പുളിവെള്ളം ഇല്ലേ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് എണ്ണ തെളിയുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചില ആൾക്കാർക്ക് വെള്ളം പോലത്തെ സാമ്പാർ ഇഷ്ടം, എന്നാൽ എനിക്ക് നല്ല കുറുക്ക് പോലത്തെ സാമ്പാർ. അപ്പൊ അതുവരെ ഞാനൊന്ന് സാമ്പാർ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് കുറച്ച് കരിവേപ്പിലും കായപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.